നമസ്കാരം. വിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ഏപ്രിൽ 9 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ ഞങ്ങൾ 9 നിയോജകം ഉണ്ടാവുള്ളൂ. 9 ഞങ്ങൾ വിജയിക്കും. 2016-ലും 2021-ലും ഞങ്ങൾ 8 സീറ്റിലേ ജയിച്ചിരുന്നുള്ളൂ. ഹരിപ്പാട് സീറ്റിൽ ഞങ്ങൾ തോറ്റുപോയിരുന്നു. ഇത്തവണ ഹരിപ്പാട് സീറ്റിൽ ഞങ്ങൾ പിടിക്കും. ഹരിപ്പാട് സീറ്റിൽ ജയിക്കുന്ന വിധത്തിലേക്ക് എത്തുന്നു. ഹരിപ്പാട് മണ്ഡലത്തിൽ BJPയുടെ വോട്ട് എല്ലാ വർഷവും UDFന് ചോർന്നു പോവുക പതിവായിരുന്നു. ഇത്തവണ അവിടുത്തെ BJPയുടെ പ്രവർത്തനം കാണുമ്പോൾ അവർ BJPയുടെ വോട്ട് മുഴുവൻ പിടിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ BJPയുടെ വോട്ട് അവർ പിടിച്ചാൽ ഹരിപ്പാട് മണ്ഡലത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കും. അങ്ങനെ ആലപ്പുഴ ജില്ലയിലെ 9 മണ്ഡലത്തിലും ഇടതുപക്ഷ ജനാധിപത്യത്തിൽ വിജയിക്കാനാണ് ഇപ്പോൾ വരെയുള്ള ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഞങ്ങൾ കാണുന്നത്. LDFൻ്റെ ഭരണം, കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണം സമാധാനപരമായ ജീവിതം ജനങ്ങൾക്ക് പ്രദാനം ചെയ്തു. അതിദാരിദ്ര്യമില്ലാത്ത ഒരു ഭരണം, ഒരു നാടായി നമ്മുടെ നാടിനെ മാറ്റി. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 10 വർഷക്കാലത്തെ തുടർ ഭരണത്തിൻ്റെ ഭാഗമായി സംഭവിച്ചതാണ്. വളരെ സമാധാനത്തോടുകൂടി പട്ടിണിയും ദുരിതവും കഷ്ടപ്പാടുമില്ലാതെ കേരളത്തിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം വന്നു. ഇന്ത്യയിൽ ഇങ്ങനെ ജനങ്ങൾ ജീവിക്കുന്ന ഏക സംസ്ഥാനവും ഈ കേരളമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ. ആലപ്പുഴ ജില്ലയിലെയും ജനങ്ങൾ ആ രൂപത്തിൽ ചിന്തിക്കുകയാണ്, ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വരണമെന്ന്. കഴിഞ്ഞ 10 വർഷക്കാലം ഇവിടെ പ്രതിപക്ഷമായി പ്രവർത്തിച്ച കോൺഗ്രസ് ഈ അധികാരമില്ലാഞ്ഞിട്ടും 10 വർഷക്കാലം അധികാരമില്ലാഞ്ഞിട്ടും അഴിമതിയും ധൂർത്തും തുടർച്ചയായി നടത്തുന്ന സമീപനമാണ് സ്വീകരിച്ചത്. നിങ്ങൾക്കറിയാം, പ്രളയമുണ്ടായി. ഈ കേരളത്തിൽ പ്രളയമുണ്ടായപ്പോൾ പ്രളയം മൂലം നാശനഷ്ടമുണ്ടായ ജനങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കും. 1000 വീട് അവർ വെച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് അവർ പ്രഖ്യാപിച്ചു. അവർ സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നൊക്കെ പണം പിരിച്ചു. ആവശ്യത്തിലധികം പണം പിരിച്ചു. ഒരു വീട് പോലും വെച്ചു കൊടുത്തില്ല. അന്നത്തെ KPCC പ്രസിഡന്റ് മാറി പുതിയ KPCC പ്രസിഡന്റ് വന്ന സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞു, 1000 ഒന്നും ഞാൻ വെച്ചു കൊടുക്കില്ല, 500 വീട് വെച്ചു കൊടുക്കുന്നത്. ഒരു വീടും വെച്ചു കൊടുത്തില്ല. ഒരു വീടും വെച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ നമ്മൾ കാണുകയാണല്ലോ, വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അവർ കോടികളാണ് പിരിച്ചത്. ആപ്പ് ഉണ്ടാക്കി, ആപ്പ് വഴി പണം പിരിച്ചു. അവിടെ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിനകത്ത് എല്ലാവർക്കും, ആർക്കും വലിയ വ്യത്യാസമില്ലാത്ത രൂപത്തിൽ എല്ലാവർക്കും ഒരേപോലെയുള്ള വീട് നിർമ്മിച്ച് നൽകാൻ തീരുമാനിച്ചു. അതിനകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സഹകരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവിടെ ടൗൺഷിപ്പ് നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. എന്നാൽ അവർ UDF അങ്ങനെ അതിൽ നിന്ന് മാറി അവർ സ്വന്തമായി പണം പിരിച്ച് അവിടെ വീട് വെച്ചു കൊടുക്കും എന്നാണ് പറഞ്ഞത്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ അവർ പിരിച്ചു. അവസാനം പിരിച്ച തുകയെ സംബന്ധിച്ചുള്ള പ്രശ്നം ഉയർന്നു വന്നപ്പോൾ അവിടെ സ്ഥലം മേടിച്ചു. അവിടെ സ്ഥലം മേടിച്ചു. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വന്നിട്ട് അവിടെ കല്ലിട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് അക്കൗണ്ടിൽ പണമൊന്നും ഇല്ലെന്ന് പറയുന്നത്. അക്കൗണ്ടിൽ പണമൊന്നും ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവിടെ പരവയ്ക്കുക? അപ്പം പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ അവിടെ ഇപ്പം പണി തുടങ്ങാൻ പോകുന്നു. ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് ജനങ്ങളുടെ നിന്ന് ചോദ്യം വരുന്നപ്പോൾ അവരെ പറ്റിക്കുന്ന കഴിയുന്ന രൂപത്തിലേക്കുള്ള സമീപനത്തിലേക്ക്. ഇതാണ് കോൺഗ്രസ്. ഈ കോൺഗ്രസിനെ ജനങ്ങൾ ആരും വോട്ട് ചെയ്യുമോ? വോട്ട് ചെയ്യാൻ പോകുന്നില്ല. ഇങ്ങനെയുള്ള കോൺഗ്രസുമായിട്ടാണ് G. സുധാകരൻ അദ്ദേഹം ഇപ്പോൾ സഹകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം അഴിമതിക്കെതിരായിട്ട് വലിയ കൃഷിയുദ്ധം നടത്തുന്ന ആളാണെന്ന് പറയുന്നത്. അഴിമതിക്കെതിരായിട്ട് UDFൻ്റെ ഭരണകാലത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഇപ്പോഴും അതിൻ്റെ വീഡിയോ നല്ലൊരു ചെയ്യുന്നുണ്ട്. ഉമ്മൻചാണ്ടിയെക്കുറിച്ച്, ആ മന്ത്രിസഭയിലെ മന്ത്രിമാരെക്കുറിച്ച് സുധാകരൻ എന്താ പറഞ്ഞതെന്നറിയോ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഉമ്മൻചാണ്ടിയും 7 ക്രിമിനലുകളും കേരളത്തിൽ ഭരിക്കുകയാണ്. 7 ക്രിമിനലുകളാണ് ഈ കേരളത്തിൽ ഭരിക്കുന്നത്
എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ചാനലിൽ ചർച്ചയിൽ നടത്തിയ കാര്യങ്ങളും എല്ലാം ഇപ്പോൾ വെളിയിൽ വന്നുകൊണ്ടിരിക്കുകയല്ലേ. അതാണ് ആ കോൺഗ്രസുമായിട്ടാണ് അദ്ദേഹം ഇപ്പം വലിയ ചങ്ങാത്തത്തിൽ ആയിരിക്കുകയാണ്. ഇവിടെ സീറ്റ് കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യത്തിൽ നിന്ന് സീറ്റ് മേടിക്കാൻ വേണ്ടി വലിയ ശ്രമം നടത്തി, വലിയ സമ്മർദ്ദം ഞങ്ങളുടെ മേലിലൊക്കെ ഏർപ്പെടുത്തി. പക്ഷേ പാർട്ടി തീരുമാനിച്ചു യാതൊരു കാരണവശാലും ഇങ്ങനെ ഇനി മത്സരിപ്പിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത്. കാരണം ഒരുപാട് മത്സരിപ്പിച്ചു, ഇനി എന്താ മത്സരിപ്പിക്കുന്നത്? 80 വയസ്സായ സാഹചര്യത്തിൽ ഇദ്ദേഹം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടെന്ന് തീരുമാനിച്ചു. മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള കാല പണി നടത്തി നോക്കി, രക്ഷയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് നേരെ UDFൻ്റെ പാളയത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. UDFൻ്റെ പാളയത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചഞ്ചരിപ്പുണ്ടല്ലോ, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അത് സർവതന്ത്ര സ്വതന്ത്രനാണെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ് എല്ലാവരുടെയും വോട്ട് സ്വീകരിക്കും, BJPയുടെ വോട്ട് സ്വീകരിക്കും, അതുപോലെ കോൺഗ്രസിൻ്റെ വോട്ട് സ്വീകരിക്കും, മുഴുവൻ പേരുടെ വോട്ട് സ്വീകരിക്കുകൊണ്ട് സ്വതന്ത്രനായി ഞാനിതാ വിജയശ്രീ ലാളിതനായി വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടക്കം. അങ്ങനെ എല്ലാവരുമായിട്ട് എല്ലാ വർഗീയ ശക്തികളുമായിട്ടും സഹകരിക്കാൻ എങ്ങനെ ആരെ പിടിച്ചാലും എനിക്ക് ജയിക്കണം എന്ന രൂപത്തിലേക്ക് ഉളച്ചുകയാണ്. അങ്ങനെയാണ് UDF പാളയത്തിൽ ചെന്നത്. UDF പാളയത്തിൽ ചെന്നതിന് അന്ന് മുതൽ അദ്ദേഹം UDFിനകത്തോണ്ടാണ് പോകുന്നത്. കോൺഗ്രസിൻ്റെ വോട്ട് കിട്ടണമല്ലോ. കോൺഗ്രസിൻ്റെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങേര് പറഞ്ഞതെല്ലാം വിഴുങ്ങിയല്ലോ, അതായത് കോൺഗ്രസിനെ കുറിച്ച് എല്ലാം പറഞ്ഞതെല്ലാം വിഴുങ്ങിയിട്ട് എന്നിട്ട് സത്യസന്ധമല്ലാത്ത, വസ്തുതാപരമല്ലാത്ത, നെറികെട്ട പ്രചരണങ്ങൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വേറെ ഇപ്പോൾ ഇന്നിപ്പം പറഞ്ഞിരിക്കുന്നത്, ഇന്നെന്താ പറഞ്ഞേക്കണേ, ഭുവനേശ്വരനെ കൊന്ന നേരത്തെ പറഞ്ഞ ഗുണ്ടകൾ വന്ന് ആര് നായർ ഗുണ്ടകളുണ്ടെന്ന് പ്രചരിപ്പിച്ച ആള് KSUവിന് ബന്ധമില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു പടിയും കൂടെ കാണിച്ച് പറഞ്ഞത് SFIക്കാരാണ്, മാർക്സിസ്റ്റുകാർ പറഞ്ഞു വിട്ടനുസരിച്ച് SFIക്കാർ പോയി, SFI ക്രിമിനലുകൾ പോയി ചെയ്താണെന്ന് പറയുന്നത്. ഭുവനേശ്വരൻ്റെ ഇവിടുത്തെ എന്ന് പറയാൻ ഒരു മടിയും ഒരു ലജ്ജയും അദ്ദേഹത്തിനുണ്ടല്ലോ. 10 വോട്ടിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 10 വോട്ട് നേടാൻ വേണ്ടിയിട്ട്, കോൺഗ്രസ്സുകാരുടെ വോട്ട് നേടാൻ വേണ്ടിയിട്ട് എന്തും നെറിയിട്ട കാര്യങ്ങളും പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. വോട്ടാണ് അദ്ദേഹത്തിന് ഇപ്പം 10 വോട്ട് കിട്ടണം. വോട്ട് കിട്ടാൻ വേണ്ടി എല്ലാത്തിനും തള്ളി പറയുക, മുഴുവൻ കാര്യം തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. SFI രക്തസാക്ഷിയായിട്ടുള്ള ഭുവനേശ്വരൻ എങ്ങനെയാണ് കൊലയപ്പെട്ടതെന്നുള്ള കാര്യം 76-ലാണ് രക്തസാക്ഷിത ഉണ്ടായത്, അടിയന്തരാവസ്ഥയ്ക്ക് രക്തസാക്ഷി ഉണ്ടാകുന്നത്. അന്ന് SFIക്കാരാണ് ഇത് ചെയ്തെങ്കിൽ അന്നത്തെ SFIയുടെ നേതാവാരാണ്? ഈ സുധാകരനല്ലേ? ആ സുധാകരനല്ലേ അപ്പോൾ SFIയുടെ ക്രിമിനൽ എന്ന് പറയുന്നത്? ക്രിമിനൽ അയാളല്ലേ? ആ ക്രിമിനലാണോ എന്നിട്ടാണോ ഈ സ്വന്തം അനിയനെ കൊന്നത്? 70-ആണല്ലോ SFI രൂപീകരിച്ചത്. 70-ൽ SFI രൂപീകരിച്ചപ്പോൾ ഇയാൾ അന്ന് അതിൻ്റെ ഭാരവാഹിയായിട്ട് വരുന്ന 70-ലാണല്ലോ. കൊല്ലം SN കോളേജ് 1968-ലാണ് ഇയാൾ ഫസ്റ്റ് 1ാമത്തെ വർഷം വിദ്യാർത്ഥിയായിട്ട് വന്ന് ചേരുന്നത്, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ വന്ന് ചേരുന്നത്. അതിന് 12 NS കോളേജിലാണ് പഠിച്ചത്. 12 NS കോളേജ് പഠിക്കുമ്പോൾ ഇയാൾ DSUം KSUം ഒക്കെയാണ്, SFI ഒന്നുമല്ല. അന്ന് DSUം KSUവിൻ്റെ പ്രയാണക്കായിരുന്നു അന്ന്. അതിനുശേഷമാണ് 68 SN കോളേജ് വന്ന് ചേർന്ന്. SN കോളേജ് വന്ന് ചേർന്നതിന് ശേഷമാണ് അത് SFI 70-ലാണ് SFI ഉണ്ടാകുന്നത്. അന്ന് KSF. ആ KSFിനകത്ത് കൊല്ലത്ത് അന്ന് മെമ്പർഷിപ്പ് കൊടുത്തു. അന്നത്തെ ജില്ലാ സെക്രട്ടറി സുബ്രഹ്മണ്യൻ അദ്ദേഹമാണ് മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ എത്ര വയസ്സുണ്ട് അദ്ദേഹത്തിന്? അദ്ദേഹത്തിന് അന്ന് 18 വയസ്സ് അപ്പോഴുണ്ട്. 15 വയസ്സുള്ള സമയത്ത് മെമ്പർഷിപ്പ് വന്നാ, പാർട്ടി മെമ്പർഷിപ്പ് വന്നാ പറഞ്ഞിട്ടില്ലേ? 15 വയസ്സ് എന്ത് പച്ചക്കള്ളത്തിലാണ് പറയുന്നത്? 15-ാമത്തെ വയസ്സ് 15 വയസ്സാകുമ്പോൾ പാർട്ടി മെമ്പർഷിപ്പ് കിട്ടുമോ? 18 വയസ്സാകുമ്പോൾ മെമ്പർഷിപ്പ് കൊടുക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ലല്ലോ. ഇയാൾക്ക് സ്പെഷ്യൽ പരിഗണന കൊടുത്ത് 15-ാമത്തെ വയസ്സ് മെമ്പർഷിപ്പ് കൊടുക്കുന്നത് പച്ചക്കള്ളത്തിൽ അടിച്ചു വിടുകയല്ലേ? 15-ാമത്തെ വയസ്സിലേക്ക് കോൺഗ്രസ് നടക്കുക. അതിനുശേഷമാണ് 68 അവിടെ ഡിഗ്രിക്ക് വന്നതിന് ശേഷമാണ് പിന്നീടാണ് 70-ൽ SFI രൂപീകരിക്കുമ്പോൾ SFIയിൽ വരുന്നു. പിന്നെ SFIയുടെ പ്രവർത്തനമായി വന്ന് SFIയുടെ നേതാവ് വരുന്നത് അല്ലേ? അതാണ് ചരിത്രം. അപ്പോൾ ഇങ്ങനെ സ്വന്തം അനിയൻ്റെ രക്തസാക്ഷിത്വത്തെ പോലും എത്ര രൂപത്തിൽ തള്ളിപ്പറയുന്നു. നേരത്തെ NS ഗുണ്ടകളെന്ന് പറഞ്ഞു, അതിനകത്ത് തൃപ്തി പറഞ്ഞിട്ട് കോൺഗ്രസ്സുകാർക്ക് തൃപ്തി വരാഞ്ഞിട്ട് ഇപ്പം SFIക്കാർ തന്നെ ചെയ്തു. അത് മാർക്സിസ്റ്റുകാർ പറഞ്ഞു വിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ SFIക്കാർ വന്ന് കൊലപ്പെടുത്തി, 76-ൽ കൊലപ്പെടുത്തി എന്ന രൂപത്തിലേക്ക് പറയുക എന്ന് പറഞ്ഞാൽ എവിടം വരെ എത്തി, എത്ര വരെ എത്തി? ഒരു എക്സ് കമ്മ്യൂണിസ്റ്റ് ഇങ്ങനെ പോകുമോ? ഒരു മുൻ കമ്മ്യൂണിസ്റ്റിന് ഇങ്ങനെ ആകാൻ ഒക്കുമോ?
ജി സുധാകരനെതിരെ വിമർശനവുമായി CPM ആലപ്പുഴ ജില്ലാ നേതൃത്വം. CS സുജാതയ്ക്കെതിരെയുള്ള പരാമർശം നെറുകെട്ട പ്രചരണമാണെന്ന് നേതാക്കൾ ആരോപിച്ചു. പാർട്ടി സംവിധാനത്തെ സ്വന്തം കാര്യത്തിന് ഉപയോഗിച്ചയാളാണ് ജി സുധാകരനെന്ന് നേതാക്കൾ ആരോപിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാതയ്ക്കെതിരായ സുധാകരന്റെ പരാമർശത്തിൽ നിയമ നടപടി സ്വീകരിക്കുന്ന കാര്യം ആലോചിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. ജാതീയ ധ്രുവീകരണം ഉണ്ടാക്കി വോട്ട് പിടിക്കാനുള്ള നീക്കമാണ് ജി സുധാകരൻ നടത്തുന്നത്. കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത നായർ വീടുകളിൽ കയറിയിറങ്ങുകയാണെന്നും നായർ വീടാണെന്ന് മനസ്സിലാക്കിയാൽ തുളസിപ്പൂ ചൂടിയാണ് പോകുന്നതെന്നുമുള്ള സുധാകരന്റെ ആക്ഷേപം ലജ്ജിപ്പിക്കുന്നതാണ്. തോൽക്കുമെന്ന ചാനൽ സർവേ ഫലങ്ങൾ വന്നതോടെ സുധാകരൻ കിളിപോയ അവസ്ഥയിലാണ്. 10 വോട്ട് കിട്ടാൻ എന്ത് നെറുകെട്ട പ്രചരണവും സുധാകരൻ നടത്തുമെന്നും ജില്ലാ നേതൃത്വം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി R. നാസർ, കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ K. പ്രസാദ്, CB ചന്ദ്രബാബു, KH ബാബുജാൻ എന്നിവർ ആലപ്പുഴയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വിൻ മീഡിയ, ആലപ്പുഴ.